അവിടെ സ്ഥാനാർത്ഥി എന്നത് ഇതിനേക്കാൾ എന്താണുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല അബ്ദുൽ കലാം ആസാദ് കോൺഗ്രസിനെതിരാണ്. പക്ഷെ അബ്ദുൽ കലാം ആസാദിന്റെ ചില വാക്കുകൾ, ചില വാചകങ്ങൾ, ചില സൂചനകൾ അതുപോലും നമ്മുടെ മനസ്സിന് ആഴങ്ങളിൽ സൂക്ഷിക്കാൻ കഴിയുന്ന രൂപത്തിൽ എനിക്ക് പ്രചോദനമായ അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇന്ത്യയെ പിളർക്കാൻ വേണ്ടി അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയെ പിളർക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടന്നപ്പോ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അബ്ദുൽ കലാം ആസാദ് ഉറക്കെ വിളിച്ചു ചോദിച്ചു, അരേ ഭായ് ക്യാ തെവാ സേ പാനി കർ സക്താ ഹൈ? ഏ സഹോദര, നിന്റെ ഏത് കത്തി കൊണ്ടാണ് നിനക്ക് വെള്ളത്തെ രണ്ടായി കീറി കുളിക്കാൻ കഴിയില്ല? വെള്ളത്തെ നിനക്ക് രണ്ടായി കീറി കുളിക്കാൻ കഴിയില്ലെങ്കിൽ ഈ മണ്ണിനെ നിനക്ക് രണ്ടായി കീറി കുളിക്കാൻ കഴിയില്ല എന്ന അബ്ദുൽ കലാം ആസാദിന്റെ വാക്യങ്ങൾ നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിൽ സന്നിവേശിപ്പിച്ച പ്രഭാഷകന്റെ, എഴുത്തുകാരന്റെ, രാഷ്ട്രീയക്കാരന്റെ പേരാണ് അബ്ദുൽ കലാം ആസാദ്, അബ്ദുൽ സമദ് സുൽത്താനി. മാത്രമല്ല ഏത് രംഗത്തെടുത്ത് നോക്കിയാൽ അദ്ദേഹത്തിന്റെ പാർലമെന്റ് ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാർലമെന്റിൽ എന്താ പറയുക പൈലറ്റിന്റെ കാരണം കൊണ്ടുണ്ടായ ആ വലിയ ദുരന്തത്തിന്റെ പേരിൽ ഒരുപക്ഷെ സമുദായങ്ങളുടെ കഴിവുറ്റ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ കരിപ്പൂർ വിമാനത്താവളം ഇങ്ങനെ ചുരുക്കി 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 ചെറിയ ചെറിയ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾ മാത്രം ലാൻഡ് ചെയ്യുന്ന ഒരു ചെറിയ വിമാനത്താവളമാക്കി മാറ്റാൻ ബോധപൂർവമായ ശ്രമം ഉണ്ടായിരുന്ന കാലത്ത് അതിനെ അതിജീവിക്കാനുള്ള ആ ഒരു വലിയ കർമ്മത്തിന് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് സുൽത്താനിയാണ്. നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഞാൻ ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഒരു ബഡ്ജറ്റ് പ്രസംഗം നടത്തുക. പക്ഷെ ആ ബഡ്ജറ്റ് പ്രസംഗത്തിലും അദ്ദേഹം ആ പ്രസംഗങ്ങൾ കൊണ്ടുവന്നത് വളരെ കൃത്യമായി കൗശലതയോടെ ഈ വലിയ പൂങ്കാവനത്തിലെ വ്യത്യസ്തമായ പൂക്കളുടെ വ്യത്യസ്ത വർണ്ണത്തിലുള്ള, നിറത്തിലുള്ള, മണത്തിലുള്ള ഈ പൂങ്കാവനമാണ് ഇന്ത്യ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാവുന്നു, എത്രമാത്രം നമുക്ക് പുളകിതമാകുന്ന അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കുക. എന്നിട്ട് അദ്ദേഹം അത് കൃത്യമായി പറയുന്നു, ഈ ഇന്ത്യയുടെ കൗശലതയെ ഇതിനെ തകർക്കാൻ നിങ്ങൾ ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നുവെങ്കിൽ അതിന് ഏത് തരത്തിൽ വരെയും ഞങ്ങൾ എതിർക്കുമെന്ന് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി, അമിത്ഷയുടെ മുഖത്ത് നോക്കി പറയാൻ കഴിയുള്ള പാർലമെന്റിന്റെ പേരാണ് അബ്ദുൽ സമദ് സുൽത്താനി. ഇന്ന് അദ്ദേഹം മത്സരിക്കുന്നത് അദ്ദേഹം ജന്മം നൽകിയ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എന്റെ നാട്ടിലെ ഒരു MLA ആണ് ഇവിടെ വന്ന് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത്. ഞാൻ വിശ്വസിക്കാൻ തോൽപ്പിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് പൊന്നാനിക്ക് ഏറ്റവും ചരിത്രപരമായ ഭൂരിപക്ഷം ബഷീർ സാഹിബിന് 1,93,000 ഭൂരിപക്ഷം നിങ്ങൾ നൽകിയെങ്കിൽ അതിലൂടെ 1,00,000 കൂടി വർദ്ധിപ്പിച്ച് ഒരു 2,93,000 ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കാൻ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യം നിങ്ങൾക്കറിയാം, ഞാൻ പറയാതെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഇതൊരു തെരഞ്ഞെടുപ്പല്ല, ഈ രാജ്യം നിലനിൽക്കണമോ എന്ന് തീരുമാനിക്കുന്ന അന്തിമമായ പോരാട്ടമാണ്.
പലരും പറയും അത് മോഡി തന്നെ വരും. മോഡി വരില്ല. ഇന്ത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നത് തെരഞ്ഞെടുപ്പ് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഞാൻ പറയുന്നില്ല. 2019 തെരഞ്ഞെടുപ്പ് പരിശോധിച്ചോ? എന്തുകൊണ്ട് 63% ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നില്ല? ആ ദൗർബല്യമാണ് നമ്മളിവിടെ പരിഹരിക്കുന്നത്. അതിന്റെ പേരാണ് ഇന്ത്യ മുന്നണി. അതുകൊണ്ട് തന്നെ പറയപ്പെട്ടത്, അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന മുന്നണിക്ക് ചുരുക്കം പേരിട്ടപ്പോൾ തന്നെ രാജ്യത്തിന്റെ പേര് തന്നെ മാറ്റാൻ നരേന്ദ്രമോദി തീരുമാനിച്ചത്. ഇന്ത്യ എന്ന മറ്റൊരു ഭാരത് എന്ന് ഒരു രാജ്യത്തിന്റെ പേര് മാറ്റാൻ പോലും തുനിയുന്ന ഒരു ഭരണകൂടം രാജ്യത്ത് നിലനിൽക്കുന്നു എന്ന സത്യം ഞാൻ നിങ്ങൾ അറിയുക. നമ്മുടെ പൈതൃകം, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ സ്വന്തം സിന്ധിന്റെ, ഹിന്ദിന്റെ, ഇന്ത്യയുടെ പാരമ്പര്യം അതിനെ തകർത്തുകൊണ്ട് ഒരു മുന്നണി രാജ്യത്തിന്റെ പേര് മാത്രമല്ല ഓരോ പ്രദേശങ്ങളുടെ കൈമാറ്റുക. അലഹാബാദ് എന്ന് പറയുന്ന സ്ഥലം ഇന്നില്ല. അലഹാബാദിന്റെ പേര് മാറ്റി പ്രയാഗ്രാജ്. ഫൈസാബാദ് ഇന്നില്ല. അതിന്റെ പേര് മാറ്റി അയോധ്യ. മാത്രമല്ല ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മീററ്റ് എന്ന് പറയുന്ന ജില്ലയുടെ പേര് മാറ്റാൻ യോഗി ആദിത്യനാഥ് നിർദ്ദേശിച്ച പേരെന്താണെന്നറിയണ്ടേ? പണ്ഡിറ്റ് നാഥുറാം ഗോഡ്സെ. ഗാന്ധിയെ വധിച്ച കശ്മീരിന്റെ പേരിൽ, ഗാന്ധിയെ വധിച്ച കാപാലികന്റെ പേരിൽ ഒരു ജില്ല പിറക്കാൻ പോകുന്ന ഇന്ത്യയിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നതെന്ന് നമ്മൾ അറിയില്ല. ഈ രൂപത്തിൽ ചരിത്രത്തിൽ അഭിവൃദ്ധി നടക്കുന്ന ഇന്ത്യ, ഈ ഇന്ത്യയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഈ പറയുന്ന ഈ സംഘപരിവാർ സംഘത്തെ അധികാരത്തിൽ താഴ്വരക്കാനും ഞാൻ ചുരുക്കുകയാണ്. ഞാൻ ഒറ്റ കാര്യം കൂടി പറയുന്നത്, അപ്പുറത്ത് മത്സരിക്കുന്നത് ആരാ? നേരത്തെ സൂചിപ്പിച്ചു, അപ്പുറത്ത് മത്സരിക്കുന്ന മുന്നണി അവർ ജയിച്ചാൽ ഇത് ലോകസഭയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അവരുടെ മുന്നണി ഏതാ? അവരുടെ മുന്നണിയുടെ പേര് ഇന്ത്യ മുന്നണി. ഇന്ത്യ മുന്നണിയുടെ നേതാവായ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കാനെല്ലാം മറ്റൊരു പ്രധാനമന്ത്രി സ്ഥാനത്ത് അവർക്കുണ്ടോ? അവർ മറ്റൊരു മുന്നണിയുണ്ടോ? ഇവിടെ നമുക്കറിയാം വളരെ കൃത്യമായി ഇന്ത്യ മുന്നണി അതിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ, കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ ഇന്ത്യയെ മതനിരപേക്ഷ കക്ഷികളെല്ലാം ഒത്തുചേർന്നപ്പെട്ട് നടത്തുന്ന ഈ പോരാട്ടത്തെ പ്രക്രിയയല്ലാതെ മറ്റൊരു ആശയപരമായ ഒരു മറുപടി പോലും അവർക്ക് പറയാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ള ഇന്ത്യ ഒരു മതരാജ്യമായി മാറിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇന്നൊരു മതരാജ്യത്ത് കഴിയേണ്ടി വന്നത് എന്ന് വരും തലമുറ നമ്മളോട് ചോദിക്കും. ആ ചോദ്യത്തിന്റെ മുന്നിൽ ഞാൻ നിങ്ങളുടെ പ്രതികൂട്ടിലാണെന്ന് എന്ന് നമുക്ക് തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മുടെ എല്ലാ ശക്തിയും സംഭരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ നിൽക്കുന്നതിന് വേണ്ടി, ഇന്ത്യയുടെ ഭൂസ്വരം നിൽക്കുന്നതിന് വേണ്ടി, ഇന്ത്യയുടെ ആദിവാസികളെ, ദളിതനെ, ഇന്ത്യയിലെ ഭൂരിപക്ഷം, ഇന്ത്യയിലെ പിന്നോക്ക വർഗക്കാരനെ, ഇന്ത്യയിലെ ന്യൂനപക്ഷക്കാരനെ അവരെ സംരക്ഷിക്കാൻ അതിനു വേണ്ടിയുള്ള പോരാട്ടം. ആരെങ്കിലും എടുത്തു പറഞ്ഞാൽ, അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ തിരിച്ചു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട് പോലുമില്ല. അതൊക്കെ KCB വെച്ച് മാന്തിക്കളയുന്ന അവസ്ഥാവിശേഷം വടക്കേ ഇന്ത്യയിൽ നടക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണുകയാണ്. അതുകൊണ്ട് ഇത് ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, ഒരുപക്ഷേ എന്റെ പിതാവ് ജീവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹമായിരിക്കും ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അബ്ദുൽ സമദ് സമുദായം മലപ്പുറത്ത് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, അബ്ദുൽ സമദ് സമുദാനി എന്ന മതനിരപേക്ഷവാദിയെ പാർലമെന്റിലേക്ക് അയക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ്, കർത്തവ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ കോൺഗ്രസുകാരോട് പറയുന്നു, ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ കർത്തവ്യമാണ്. അബ്ദുൽ സമുദാനി ഇന്ത്യൻ പാർലമെന്റിലേക്ക് ചെല്ലുന്നത് ഇന്ത്യയുടെ നേതാവായ രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാനാണ് എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവണം എന്ന് മാത്രമാണ്. ഇന്ത്യയിലെ ഈ പറയുന്ന കേവലം നമ്മുടെ കല്യാണത്തിന് വരാൻ, നമ്മുടെ സർക്കാരത്തിന് വരാൻ ഉള്ളൊരു ഇന്ത്യയല്ല നമുക്ക്. അതിനേക്കാളപ്പുറത്ത് നമുക്ക് വേണ്ടത് ഇന്ത്യൻ പാർലമെന്റിൽ ആദിവാസികളുടെ, ദളിതരുടെ, ന്യൂനപക്ഷങ്ങളുടെ, പിന്നോക്കക്കാരുടെ അവർക്ക് വേണ്ടി വാദിക്കാൻ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി, അമിത്ഷായുടെ മുഖത്ത് നോക്കി ഈ കോടിക്കണക്കിന് വരുന്ന പീഡിപ്പിക്കപ്പെടുന്ന സമൂഹത്തിന്റെ, സമുദായത്തിന്റെ
പരിഭാഷ കഴിഞ്ഞ്